മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിന്റെ ആദ്യത്തെ കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കോൺസെപ്റ്റ് ഡിസ്റ്റൻസ്, പിന്നെന്താ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ഒരു സ്ട്രേറ്റ് ലൈൻ മോഷൻ, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മൊത്തം സ്ട്രേറ്റ് ലൈനെ പറ്റിയാണ്. അപ്പൊ സ്ട്രേറ്റ് ലൈൻ മോഷനിലുള്ള ഒരു കേസ് ഞാനിവിടെ എഴുതാൻ പോവാണ്. ഇതാണ് കേസ്. ഒരു ബോഡി ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒയിന്ന് എ വരെയുള്ള ദൂരം ഞാൻ മാർക്ക് ചെയ്യണേ 50 മീറ്റർ. വീണ്ടും അടുത്ത പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ് ബി 100 മീറ്റർ. വീണ്ടും ഞാനൊരു 50 മീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ ബി 50 മീറ്റർ അകലെ ഒരു 150 മീറ്റർ സി. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം എ ബി സി ഡി. ഓക്കെ, അപ്പൊ ഈ മാർക്കിങ്ങിന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് റൈറ്റിലോട്ടുള്ള എല്ലാ മാർക്കിങ്സും പ്ലസ് ആണ്, ലെഫ്റ്റിലോട്ടുള്ള മാർക്കിങ്സ് എല്ലാം എന്താണ് മൈനസ് ആണ്. റൈറ്റിലോട്ടുള്ള എല്ലാം പ്ലസും ലെഫ്റ്റിലോട്ടുള്ള എല്ലാം എന്താ മൈനസും ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്യുമ്പോൾ അതിന് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, -50. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരോടും കൂടെ ഒന്ന് ചോദിച്ച് നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ പോലെ മുന്നോട്ട് പോവാം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ ഞാൻ മാർക്ക് ചെയ്യണേ. ഓയിൽ നിന്ന് ഒരു ലേഡി സി വരെ എത്തി. ഓക്കെ, ഓയിൽ നിന്ന് സി വരെ എത്തി. പ്രണവെ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 150 മീറ്റർ. 150 മീറ്റർ. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഡിസ്റ്റൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയയും കിട്ടുമല്ലോ ഡിസ്റ്റൻസ് എന്താണ്. ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ പറയാം, പാത്ത് കവേർഡ് ബൈ ദ ബോഡി ഗിവൺ ടൈം. ഒരു ഗിവൺ ടൈമിൽ കവർ ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഡയറക്ഷൻ സെൻസ് ഇല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദിശാബോധമൊന്നുമില്ല, ചുമ്മാ നമ്മൾ പോയ വഴിയെല്ലാം വെറുതെ അളന്നെടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിലോട്ട് വരുവാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കും എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് നിങ്ങളുടെ സ്കൂളാണ് കണ്ടോ. അപ്പം ഇത് നിങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ സ്കൂള്. അപ്പം നിങ്ങൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നിങ്ങളുടെ സ്കൂളിലോട്ട് എത്തി കണ്ടോ. അപ്പൊ നമ്മൾ പോയ വഴിയെല്ലാം അളക്കും. അപ്പൊ അതെന്താണ് ശരിക്കും ഡിസ്റ്റൻസ് ആണ്. ഇതുവഴി നിങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നിങ്ങൾ സ്കൂളിലെത്തി, അതും എന്താണ് ഡിസ്റ്റൻസ് ആണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞേ ഉള്ളൂ, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അതിനെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്? ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ടസ്റ്റ് പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ തരാം. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഷോർട്ടസ്റ്റ് പാത്ത് between initial position and final position. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പറയാം? ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. എന്നാൽ ഇനിഷ്യൽ പൊസിഷന്റെയും ഫൈനൽ പൊസിഷന്റെയും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത്. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ഡെഫിനിഷൻ ഇതിന് കൊടുക്കും. എന്താണെന്നറിയോ? ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ ഡിസ്റ്റൻസിന് എന്തുകൊണ്ട്? ഡയറക്ഷൻ. ഡിസ്റ്റൻസ് വിത്ത് എന്താണ്? ഡയറക്ഷൻ ഉണ്ടാവും. നമ്മൾ അതിനെ എന്ന് വിളിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാം. ഒയിൽ സി വരെ പോയി, അപ്പൊ നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടി. പ്രണവ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പ്രണവ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ നോക്കണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, ഇനി പ്രണവ് ഇപ്പം നിൽക്കുന്ന എവിടെയാ നോക്കണം. അതെന്ത് പൊസിഷനാ? ഫൈനൽ പൊസിഷൻ. പ്രണവ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഇനിഷ്യൽ പൊസിഷൻ, പ്രണവ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഫൈനൽ പൊസിഷൻ. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പൊ എത്ര കിട്ടും? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്ര കിട്ടും? ഫൈനൽ എത്ര? 150 അല്ലേ?
ഇനിഷ്യൽ 0 അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടി? 150 പറഞ്ഞിട്ടില്ലേ? ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാല് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് ഒരു വര വരയ്ക്കണം. അതായത് തുടങ്ങിയത് എവിടെയാണ്, ഒടുങ്ങിയത് എവിടെയാണ്. തുടക്കം തുടങ്ങി ഒടുക്കം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരച്ചേക്കണം. എന്നിട്ട് ഒരു ആരോ ആ ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കണം. ഇതും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, Oന്ന് C വരെയാണ് എന്ന് ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ കണ്ടുപിടിക്കാം. മനസ്സിലായോ പ്രണവേ? ശരി. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ഞാൻ കുറച്ച് പേരോട് ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം, അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. Oയിൽ നിന്ന് സിയിലോട്ട് പോയിട്ട് സിന്ന് ബിയിലോട്ട് പോയി. Oന്ന് സിയിലോട്ട് പോയിട്ട് തിരിച്ച് ബിയിലോട്ട് എത്തി. അപ്പം ചോദ്യം ഇതാണ്, എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? Oന്ന് സി വരെ പോയി, സിന്ന് ബിയിലോട്ട് വന്നു. അപ്പൊ എത്രയാ ഡിസ്റ്റൻസ്? നസ്മിത മോളെ പറഞ്ഞ്, ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? Oന്ന് സിയിലോട്ട് പോയിട്ട് സിന്ന് ബിയിലോട്ട് വരുവാണെങ്കിൽ Oന്ന് സിയിലോട്ട് പോവുകയാണെങ്കിൽ 250 അല്ലേ? ഇനി സിന്ന് ബിയിലോട്ട് വരുമ്പോ ഒരു 50 കൂടെ ഉള്ളൂ. അപ്പം 150ഉം 50ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 200 മീറ്റർ കിട്ടും അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ആയിരിക്കും മോളെ ഡിസ്പ്ലേസ്മെന്റ്? നോക്ക്, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സാർ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞു തന്നില്ലായിരുന്നു. ഫോർമുല എന്ന് പറഞ്ഞേ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ ആയിട്ട് നസ്മിത എവിടെയാണ്? എവിടെ? ബിയിലല്ലേ? ബി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര ദൂരത്തിലാ? 100 അല്ലേ? ഇനിഷ്യൽ പൊസിഷൻ എത്രയാ? 0 അല്ലേ? അപ്പൊ 100 മൈനസ് 0 എത്ര കിട്ടും? 100 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? മോളെ പേരെന്താ? മോളെ ഇപ്പൊ ചോദിച്ചാളുടെ പേരെന്താ? മോളുടെ പേരെന്താ? മോളെ അർച്ചന, ദേ നോക്കിയേ. Oന്ന് നമ്മൾ എങ്ങോട്ടാ പോയത്? സി വരെ എത്ര ദൂരമുണ്ട്? ഇനി ഈ 150ന്റെ 100ന്റെ ഇടയിൽ എത്രയുണ്ട് ഡിസ്റ്റൻസ്? 50 അല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം Oന്ന് സി വരെ പോയപ്പോ 150 അല്ലേ? പിന്നെ തിരിച്ചു വരുമ്പോ ഒരു 50 ഡിസ്റ്റൻസുകളല്ലേ കവർ ചെയ്തേക്കുന്നേ. അപ്പൊ 150 50 കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 200 കിട്ടത്തില്ലേ? ഡിസ്പ്ലേസ്മെന്റ് പിടികിട്ടിയോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് എന്താണ്? ഇനിഷ്യൽ പൊസിഷൻ. ക്ലിയർ ആണോ മോളെ? ഇനി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേറൊരു വഴി ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു. എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിംഗ് പോയിന്റിലോട്ട് എന്ത് വരച്ചാൽ മതി എന്നാ പറഞ്ഞു? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആരോ അങ്ങോട്ട് ഇടണം. അപ്പോഴും നമുക്ക് കിട്ടും എത്ര മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും? 100 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടത്തില്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ മോളെന്ന് പറയാവോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയാവോ? ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, മോളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. Oന്ന് സിയിലോട്ട് പോയിട്ട് തിരിച്ച് Oയിലോട്ട് എത്തി. പറഞ്ഞു, Oന്ന് സിയിലോട്ട് പോയിട്ട് തിരിച്ച് Oയിലോട്ട് എത്തി. അപ്പൊ പറഞ്ഞു എത്രയാ ഡിസ്റ്റൻസ്? 300 മീറ്റർ. വെരി ഗുഡ്. കാര്യം Oന്ന് സി വരെ 150 മീറ്റർ ഉണ്ട്. തിരിച്ച് സിന്ന് Oയിലോട്ട് എത്തുമ്പോൾ 150 150 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 300 മീറ്റർ. ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ മോളെ? 0. വെരി ഗുഡ്. ഫൈനൽ ആയിട്ട് എവിടെയാണ്? Oയിലാണ്. ഇനിഷ്യൽ ആയിട്ട് എവിടെ തന്നെയാ? Oയിൽ തന്നെ. സോ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, 0 മൈനസ് 0, ആൻസർ എത്ര കിട്ടും? 0 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ശരി, മതി. മോളെ മ്യൂട്ട് ചെയ്തോ. ഞാൻ ഇനി അടുത്ത ഒരാളോട് ചോദിക്കാം. അടുത്ത ഇത് ഞാൻ പറയാൻ പോണേ. അതായത് ഒരാള് Oയിൽ നിന്ന് എയിലോട്ട് പോയി, തിരിച്ച് ഡിയിലോട്ട് പോയി. ഒരാൾ Oന്ന് എയിലോട്ട് പോയി, തിരിച്ച് ഡിയിലോട്ട് പോയി. ചോദ്യം നമ്പർ 1 ഇതാണ്, എത്രയാണ് ഡിസ്റ്റൻസ്? എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് മോനെ പേരെന്താ മോനെ? അക്ഷയ്. ഓക്കെ, അക്ഷയ്. അപ്പൊ നോക്കിയേ, Oന്ന് എയിലോട്ട് പോയിട്ട് തിരിച്ച് ഡിയിലോട്ട് പോവാണ്. അപ്പൊ Oന്ന് എ വരെ എത്ര ഉണ്ട്? 50 ഇല്ലേ? മോനെ എടാ ക്ലിയർ ആവുന്നില്ലടാ. എനിക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ. Oന്ന് എ വരെ എത്രയും ആണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വേറെ ആളോട് ചോദിക്കാം. വേറെ ആരെങ്കിലും ഒരാൾ പറ. മോളൊന്ന് പറഞ്ഞേ. Oന്ന് കേക്കാം പറഞ്ഞോ. Oന്ന് എയിലോട്ട് പോയിട്ട് തിരിച്ച് ഡിയിലോട്ട് എത്തി. അപ്പൊ എത്ര ഡിസ്റ്റൻസ് എത്രയാ മോളെ? Oന്ന് നോക്ക്, Oന്ന് എ വരെ എത്തുമ്പോ എത്രയാവും? 50. തിരിച്ച് Oയിലോട്ട് എത്തണ്ടേ? അപ്പൊ വീണ്ടും എത്രയായി? 50. Oന്ന് എ വരെ 50, തിരിച്ച് Oയിലോട്ട് 50 അല്ലേ?
ഇനി തിരിച്ച് ഓയിന്ന് ഡി വരെ എത്ര ഉണ്ട്? -50. പക്ഷെ നമ്മൾ -50 എടുക്കത്തില്ല മോളെ, നമ്മൾ +50 എടുക്കത്തുള്ളൂ. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. മോളുടെ പേര് നന്ദനയല്ലേ? ഇത് നന്ദനയുടെ വീടാന്ന് വിചാരിക്കാം. നന്ദനയുടെ വീടാണേ. അപ്പൊ നന്ദനയുടെ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെ ആണ് നന്ദനയുടെ സ്കൂളെന്ന് വിചാരിക്കാം. ഓക്കെ, നന്ദനയുടെ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെയാണ് മാർക്കറ്റ് എന്ന് വിചാരിക്കാം. മാർക്കറ്റ്. അപ്പം നന്ദന ഒരു 50 മീറ്റർ പോയി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ സ്കൂളിലോട്ടാണോ പോയേക്കുന്നത്, മാർക്കറ്റിലോട്ടാണോ പോയെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണെന്ന് അറിയാം, അത് ഡിസ്റ്റൻസാ. കാര്യം ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല, നമുക്ക് എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുന്നെന്ന് അറിയാമോ? മോള് സ്കൂളിലോട്ടാണ് പോയെങ്കിൽ നമ്മൾ പറയും നന്ദന +50 മീറ്റർ ട്രാവൽ ചെയ്തെന്ന് പറയും. പക്ഷെ മോള് മാർക്കറ്റിലോട്ടാണ് പോയെങ്കിൽ മോളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാന്ന് പറയും? -50 മീറ്റർ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം റൈറ്റിലോട്ട് പോയെന്നും, മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോയെന്നാ? ലെഫ്റ്റിലോട്ട് പോയെന്നുമാണ്. പിടികിട്ടിയോ ഇപ്പം? അപ്പൊ നമ്മൾ എന്തിലാ മൈനസ് എടുക്കേണ്ട? എപ്പോഴും ഏത് കേസിൽ മാത്രമേ എടുക്കാവുള്ളൂ? ഡിസ്പ്ലേസ്മെന്റിൽ മാത്രമേ എടുക്കാവുള്ളൂ. നമ്മള് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഒരിക്കലും എന്തെടുക്കരുത്? മൈനസ് ചിഹ്നങ്ങളൊന്നും എടുക്കരുത്. നമ്മൾ ശരിക്കും പ്ലസ് മൈനസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ പോയെന്ന് അറിയാൻ വേണ്ടി മാത്രമാ. ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ കേസിൽ എത്ര വരും? ഇപ്പൊ ഈ കേസിൽ എന്തുകൊണ്ടാ ഈ കേസിൽ എത്ര എടുത്തേക്കുന്നത്? എത്രയാ? O to A വരെ 50 അല്ലേ? എന്ന് തിരിച്ച് ഓയിലോട്ട് വരുമ്പോ 50, തിരിച്ച് ഓയിന്ന് ഡിയിലോട്ട് വരുമ്പോ വീണ്ടും -50 എടുക്കുക? ഇല്ലല്ലോ, +50 എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും? ആൻസർ 150 കിട്ടത്തില്ലേ? ഇനി ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ മോള്, ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ആലോചിച്ച് പറ. ഫോർമുല സാറ് പറഞ്ഞ ഫോർമുല പറഞ്ഞേ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, ഫൈനൽ ആയിട്ട് എവിടെ ഇപ്പൊ നന്ദന നിൽക്കുന്ന? ഡിയില്. -50. എവിടെന്നാ യാത്ര തുടങ്ങിയത്? ഓയില്. അപ്പൊ -50 -0 അല്ലേ? -50 -0 ആൻസർ എത്രയാ? -50 അല്ലേ? അപ്പൊ എത്രയാ ഡിസ്പ്ലേസ്മെന്റ്? എത്രയാ? -50 മീറ്റർ. കിട്ടിയില്ലേ? മനസ്സിലായോ മോളെ? മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ, ഈ ഒരു പ്രോബ്ലം അതൊക്കെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എത്തുന്ന കൺക്ലൂഷൻസ് ആണ് നമ്മുടെ ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിഫറൻസുകൾ. അപ്പൊ ഞാൻ അതുങ്ങളൊന്നും ഇവിടെ ഫില്ല് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. കേട്ടോ, ഇറ്റ് ഈസ് എ എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലർ ക്വാണ്ടിറ്റി. ഓക്കെ, ഡിസ്റ്റൻസ് ഈ ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളെ പൊതുവെ വിളിക്കുന്ന പേരാണ് സ്കെയിലർ ക്വാണ്ടിറ്റി. ഈ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്നറിയപ്പെടും. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ കാര്യം? ലെഫ്റ്റിലോട്ട് പോയതാണെങ്കിൽ മൈനസ് ഇടും, റൈറ്റിലോട്ട് പോയതാണെങ്കിൽ പ്ലസ് ഇടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് ഞാൻ പറയാം. അതായത് ഡിസ്റ്റൻസ് ക്യാൻ ഹാവ്, ഡിസ്റ്റൻസിന് എന്ത് വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഈ കണക്ക് ചെയ്തതിൽ എവിടെയെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഡിസ്റ്റൻസിന് എന്ത് വാല്യൂ മാത്രമേ പറ്റുള്ളൂ? ഡിസ്റ്റൻസ് ക്യാൻ ഹാവ് ഓൺലി പോസിറ്റീവ് വാല്യൂ. ഉണ്ടോ? ഡിസ്റ്റൻസിന് എപ്പോഴും എന്ത് വാല്യൂ മാത്രമേ പറ്റുള്ളൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെ വാല്യൂ വരാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞോ മോളെ. പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, 0. പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി 0 വരെ വരാം. ഡിസ്പ്ലേസ്മെന്റ് 0 വാല്യൂ വരെ വരാം. കേട്ടോ, അതൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിഫറൻസുകൾ. പിന്നെ ഒരു പോയിന്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും വലുതാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും വലുതാണ്. ചില സാഹചര്യങ്ങളിൽ, വളരെ അപൂർവ സാഹചര്യങ്ങളിൽ
ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനോട് ഈക്വൽ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പൊതുവിൽ ഇങ്ങനെ എഴുതാലോ, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ വരുമ്പോൾ തിരിച്ചിട്ടേക്കണം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ്. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതിയിടണം. എഴുതിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് എഴുതിയിടും മക്കളെ. ഇത് കാണാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. നിങ്ങൾ ഇതിന്റെ ആദ്യം ഡിഫറൻസ് ഒന്ന് എഴുതിയിടേ. ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടാൽ മതി. ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടാൽ മതി. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിടാം. ഈ ഡിഫറൻസ് ആദ്യം നിങ്ങൾ എഴുതുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന. ആൻഡ് ഈ ലൈൻ ഉള്ളത് അപ്പുറത്തായിട്ട് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് സാറേ ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യൻ ആയിട്ട് ആ ഒരു ലൈൻ വരച്ചേക്കുന്നുണ്ടോ, ആ ലൈൻ വരച്ചിട്ടാൽ മതി. ലൈൻ വരച്ചിട്ട് ഇങ്ങനെ എഴുതണം. ലൈൻ വരച്ചിട്ട് ഇങ്ങനെ എഴുതണം. എ ബോഡി ട്രാവൽസ് ഫ്രം O to C, കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതിനുശേഷം പിന്നെ ഇതൊക്കെ അതിന്റെ അതുപോലെ തന്നെ എഴുതിയാൽ എ ബോഡി ട്രാവൽസ് ഫ്രം O to C ബാക്ക് ടു B. ഓയിന്ന് സിയിലോട്ട് പോയി ബിയിലോട്ട് പോയി, അടുത്ത ഓയിന്ന് സിയിലോട്ട് പോയി ഓയിലോട്ട് പോയി, അടുത്തത് ഓയിന്ന് എയിലോട്ട് പോയി എയിന്ന് ഡിയിലോട്ട് പോയി. ഇതെല്ലാം കൂടെ എഴുതിയിട്ടാണ് അതുപോലെ. അടുത്തെന്ന് പറയുന്നത് നമ്മള് വെർട്ടിക്കൽ മോഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വെർട്ടിക്കൽ മോഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഞാൻ ഒരു കാര്യം വെർട്ടിക്കൽ മോഷൻ എന്ന് പറയാം. അതായത് ഇതൊരു ബിൽഡിംഗ് ആണ്, ഒരു കെട്ടിടം. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ പൊക്കം എന്ന് പറയുന്നത് H ആണ്. ഓക്കെ, അപ്പൊ ഈ കെട്ടിടത്തിന്റെ താഴെ നിന്നുകൊണ്ട് ഒരാള് ഒരു കല്ല് വലിച്ച് മുകളിലോട്ട് എറിയാം. ആ കല്ല് താഴെ വീണു. ഒരാള് ഒരു കെട്ടിടത്തിന്റെ താഴെ നിന്നുകൊണ്ട് ഒരു കല്ല് വലിച്ച് മുകളിലോട്ട് എറിയാം. അപ്പൊ ആ കല്ല് ഈ കെട്ടിടത്തിന്റെ ടോപ്പ് വരെ എത്തി, എന്നിട്ട് പിന്നെ അത് താഴെ എത്തി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് ഈ കല്ല് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എത്രയാണ് ഈ കല്ല് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? രണ്ട് ചോദ്യങ്ങളുള്ള. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാന്ന് നോക്കും. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഡീൽ ചെയ്യേണ്ടത് എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ, എവിടെ നിന്നാണോ കല്ല് വലിച്ചെറിഞ്ഞത് അവിടെ നിങ്ങൾ വെർട്ടിക്കലായിട്ട് കണ്ടോ. ഇത് സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇത് സ്ട്രൈറ്റ് ലൈൻ മോഷൻ അല്ലേ, മുകളിലോട്ടല്ലേ പോകുന്നത്, സ്ട്രൈറ്റ് ലൈൻ മോഷൻ. അപ്പൊ എവിടെ നിന്നാണോ കല്ല് എറിഞ്ഞത് അവിടെ നിങ്ങൾ O എന്ന് പറയുന്ന ഒരു ഒറിജിൻ മാർക്ക് ചെയ്യണം. എവിടെ നിന്നാണോ കല്ല് വലിച്ചെറിഞ്ഞത് അവിടെ നിങ്ങൾ O എന്ന് പറയുന്ന ഒരു ഒറിജിൻ മാർക്ക് ചെയ്യണം. മുകളിലോട്ട് നിങ്ങൾ പ്ലസ് മാർക്ക് ചെയ്യണം, താഴത്തോട്ട് എന്ത് മാർക്ക് ചെയ്യണം? മൈനസ്. നിങ്ങൾക്കറിയാലോ ഗ്രാഫുകളിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന അങ്ങനല്ലേ, മുകളിലോട്ട് പ്ലസും താഴത്തോട്ട് എന്താ മൈനസ്. ഇനി നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളിലെ എർത്ത് എന്ന് പറയുന്നത് 0 പൊസിഷൻ ആണ് കേട്ടോ. എർത്ത് എന്ന് പറയുന്നത് എന്ത് പൊസിഷൻ ആണ്? 0 പൊസിഷൻ ആണ്. എർത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളാം. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പം. കാര്യം ഈ കല്ല് മുകളിലോട്ട് പോയ പൊക്കം എത്രയാണ്? കെട്ടിടത്തിന്റെ പൊക്കം തന്നെ H, താഴത്തോട്ട് വന്നപ്പോഴും H. അപ്പൊ H ഇവിടെ കൂട്ടുക, കൂട്ടുന്ന എത്ര എടുക്കും? H. കിട്ടിയ ഡിസ്റ്റൻസ് കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ. ഡിസ്പ്ലേസ്മെന്റ് നേരത്തെ പറഞ്ഞ അതേ ഫോർമുല എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനലായിട്ടുള്ള പൊസിഷൻ മൈനസ് ഇനിഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ. ഫൈനലായിട്ട് ഈ കല്ല് എവിടെ? ഈ കല്ല് ഭൂമിയില, എർത്തില. അപ്പൊ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. മൈനസ് ഇനിഷ്യലായിട്ടും ഈ കല്ല് എവിടെ? എർത്തിൽ തന്നെ. 0 മൈനസ് 0, ആൻസർ 0 മീറ്റേഴ്സ്. ഇതാണ് ഈ കല്ലിന്റെ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഇല്ല, എല്ലാവർക്കും മനസ്സിലായി? എന്തോ പറഞ്ഞു മോളെ, ചോദിച്ചോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നിടത്തെ മോളെ ഈ കല്ല് വലിച്ച് നമ്മൾ മുകളിലോട്ട് എറിയുമല്ലേ. അപ്പം മുകളിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഈ കല്ല് ഈ കെട്ടിടത്തിന്റെ അത്രയും പൊക്കമല്ലേ മുകളിലോട്ട് പോകുന്നത്. അപ്പൊ കെട്ടിടത്തിന്റെ പൊക്കം H അല്ലേ. അപ്പം മുകളിലോട്ട് പോയെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്ത്? H ദൂരം കല്ല് ട്രാവൽ ചെയ്തേ മുകളിലോട്ട്. അതിനുശേഷം കല്ല് താഴത്തോട്ട് വരുമ്പോഴും കല്ല് എത്ര ദൂരം ട്രാവൽ ചെയ്ത്? H ദൂരം ട്രാവൽ ചെയ്തില്ലേ. അപ്പൊ H വെച്ച് ഇങ്ങനെ കൂട്ടുമ്പോ എത്ര കിട്ടും? 2H എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ. ഇനി ഡിസ്പ്ലേസ്മെന്റ് പിടി കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാല്,
ലേഡി ഈ ബിൽഡിങ്ങിന്റെ മുകളിലുണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാല് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ ഒരു ലേഡി ഉണ്ട്. ലേഡി ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്, ഏറ്റവും മുകളിൽ നിൽക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ലേഡി. ലേഡി ടോപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഒരു കല്ല് വലിച്ച് മുകളിൽ പറഞ്ഞു. എന്നിട്ട് അത് കെട്ടിടത്തിന്റെ മുകളിൽ വീണില്ല, താഴെ വീണ്, ഗ്രൗണ്ടിൽ വീണു. അപ്പൊ ഈ കെട്ടിടത്തിന്റെ പൊക്കം എന്ന് പറയുന്നത് എച്ച് ആണ്. ഈ ലേഡി കല്ല് വലിച്ച് മുകളിലോട്ട് എറിഞ്ഞപ്പം വീണ്ടും എത്ര ഡിസ്റ്റൻസ് മുകളിലോട്ട് പോയി? ഒരു എച്ച് ഡിസ്റ്റൻസ് മുകളിലോട്ട് പോയി. എന്നിട്ട് കല്ല് താഴെ ഗ്രൗണ്ടിൽ വീണു. ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ? ഒരു കെട്ടിടം, കെട്ടിടത്തിന്റെ പൊക്കം എച്ച്, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ലേഡി കല്ല് വലിച്ച് മുകളിലോട്ട് എറിഞ്ഞു. കല്ല് മുകളിലോട്ട് എച്ച് ഡിസ്റ്റൻസ് മുകളിലോട്ട് പോയി. അതിനുശേഷം കല്ല് താഴെ വീണു. ചോദ്യം ഇതാണ്, ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? കല്ലിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവോ? 3h. കറക്റ്റ്. കാര്യം ഇവിടെ ഇപ്പം ഈ കല്ല് മുകളിലോട്ട് പോയി, എച്ച് ഉണ്ടോ, താഴത്തോട്ട് വന്ന് എച്ച്, പിന്നെ താഴത്തോട്ട് വരുമ്പോ കെട്ടിടത്തിന്റെ പൊക്കം തന്നെ എച്ച്. അപ്പൊ എച്ചും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 3h. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? h പ്ലസ് h 3h. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? വേറൊരാൾ പറയാമോ? പറഞ്ഞു. എന്തോ കേട്ടില്ല മോനെ. ഹലോ, -h മീറ്റർ. ഓക്കെ, കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് -h ആണ്. അതെന്താന്ന് അറിയോ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ്. ഫൈനൽ ആയിട്ട് കല്ല് എവിടെയാണ്? കല്ല് ഭൂമിയിലാണ്. അതിന് മുമ്പായിട്ട് സാർ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. എന്താണ്? എവിടുന്നാണോ കല്ല് വലിച്ചെറിയുന്നത് അവിടെ നമ്മൾ ഒരു ഒറിജിൻ വരയ്ക്കണം. ഉണ്ടോ? മുകളിലോട്ട് പ്ലസ്, ഉണ്ടോ? താഴത്തോട്ട് എന്താ? മൈനസ്. ഇനി ഞാൻ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്തോ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനലായിട്ട് എവിടെ? ഗ്രൗണ്ടിലല്ലേ, എർത്തിലല്ലേ. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ല, 0. മൈനസ് ഇനിഷ്യൽ ആയിട്ട് എവിടെയായിരുന്നു? കെട്ടിടത്തിന്റെ മുകളിൽ. കെട്ടിടം എന്ന് പറയാൻ നേരത്ത് എത്ര പൊക്കത്തില? h പൊക്കത്തില്. 0 മൈനസ് h ആൻസർ എത്ര കിട്ടും? -h മീറ്റേഴ്സ്. -h മീറ്റർ എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല, നമുക്ക് യൂണിറ്റ് -h എഴുതിയാൽ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, അല്ലാതെ നിങ്ങൾ പടം വരച്ച് കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് ലൈൻ വരച്ചാൽ മതി. ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ. അവിടെ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് ലൈൻ വരയ്ക്കുകയാണ്. ഇതല്ലേ, ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഇങ്ങോട്ട് വര വരച്ചാൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ അളക്കുന്നത് എങ്ങോട്ടാ? താഴത്തോട്ടാണ്. താഴത്തോട്ട് അളക്കുമ്പോൾ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? നെഗറ്റീവിലോട്ടല്ലേ അളക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള അളക്കുമ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? -h ആയിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനലായിട്ട് 0, ഇനിഷ്യലായിട്ട് h. 0 മൈനസ് h ആൻസർ എത്ര കിട്ടും? -h. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്ക്. എഴുതി കഴിയുമ്പോ പറയണേ. ക്വസ്റ്റ്യൻ ആയിട്ട് പടം വരച്ചാൽ മതി. പടം വരച്ചിട്ട് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ടോപ്പിക്കിലോട്ട് കയറുവാണേ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് ഇത് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് മെയിൻ ടോപ്പിക്സിലോട്ടൊക്കെ നമുക്ക് കയറാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡാണ് കേട്ടോ. സ്പീഡ്. അപ്പൊ എന്താണ് സ്പീഡ് എന്ന് വെച്ചാല്, നമുക്ക് അതിനൊരു, അത് ശരിക്കും റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് പറഞ്ഞാൽ മതി: ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഈ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ബൈ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ സ്പീഡിനെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്പീഡ് എന്താന്ന് നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്കെയിലർ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് സ്പീഡിനെ പറ്റി വേറെ പഠിക്കാനുള്ളത് ടൈപ്സ്, പലതരത്തിലുള്ള സ്പീഡുകളുണ്ട്. ഒരു കാര്യം മക്കളെ നിങ്ങൾ ഓർത്തോളാം കേട്ടോ. നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററില് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡിഫറൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നും ആരും അങ്ങനെ ഡിഫറൻസോ അങ്ങനെ അല്ലാതെ ഉള്ള ഒന്നും അങ്ങനെ ചോദിക്കാറൊന്നും ഇല്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ നിങ്ങൾ ആ ഒരു ആംഗിളിൽ പഠിച്ചാൽ മതിയല്ല.
ഇതിൽ കൂടുതൽ ചോദിക്കുന്ന പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ശരി, അപ്പം നമുക്ക് ആവറേജ് സ്പീഡിലോട്ട് പോകാം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു ഫിഗർ വരച്ചിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ 3 പോയിന്റ്സ് മാർക്ക് ചെയ്യണം. എ ബി സി. എ തുടങ്ങി ബി വരെയുള്ള ദൂരം x1, ബി തുടങ്ങി സി വരെയുള്ള ദൂരം x2, എ തുടങ്ങി ബി വരെയുള്ള ദൂരം കവർ ചെയ്യാൻ എടുത്ത സമയം t1, ബി തുടങ്ങി സി വരെയുള്ള ദൂരം കവർ ചെയ്യാൻ എടുത്ത സമയം t2. എ തുടങ്ങി ബി വരെയുള്ള ദൂരം x1, അതിനെടുത്ത സമയം t1, ബി തുടങ്ങി സി വരെയുള്ള ദൂരം x2, അതിനെടുത്ത സമയം t2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഈ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഈ കേസിൽ? ഞാനിവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിടാം. x1 പ്ലസ് x2, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നിടത്തോ t1 പ്ലസ് t2. ആവറേജ് സ്പീഡിനെ ചിലത് ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോ ഞാനിവിടെ ഈ എഴുതിയേക്കുന്നതിന്റെ നമ്മളിവിടെ വരച്ചേക്കുന്നതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിയേക്കാം. If a body covers x1 distance ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, x1 meters, x1 meter ഇപ്പൊ ഡിസ്റ്റൻസ് ആണെന്ന് അർത്ഥമായില്ല. x1 meter in t1 seconds and x2 meters in t2 seconds. Then ഇപ്പൊ ഞാൻ ഇതിവിടെ ഇപ്പുറത്തെ സൈഡിലാണ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ നോക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. Then average speed is equal to എന്താണ്? x1 plus x2 by t1 plus t2. കിട്ടിയല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ ഐഡിയ? നെക്സ്റ്റ്, നമുക്കിത് തരുമ്പോ ചില ക്വസ്റ്റ്യനുകളില് അവര് ഇത് തരത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തരത്തില്ല. അവര് വേറെ ചില സ്റ്റേറ്റ്മെന്റ്സ് തരും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. A body covers certain distance. A body covers certain distance with speed v1. A body covers certain distance with speed v1 for time t2. Time t2 അല്ല t1. എന്താണ്? A body covers certain distance with speed v1 for time t1 and speed v2 for time. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? എന്തൊക്കെയാ? ഒരു ബോഡി കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തു. അപ്പൊ അയാളുടെ സ്പീഡ് എത്രയായിരുന്നു? v1 ആയിരുന്നു. എത്ര സമയത്തേക്ക്? t1. അടുത്ത ഒരു സ്പീഡ് കവർ ചെയ്തു, അടുത്തൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തു, അപ്പൊ സ്പീഡ് v2 ആയിരുന്നു. അപ്പൊ ടൈം t2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണ്? നിങ്ങൾക്കറിയില്ല ആവറേജ് സ്പീഡ് റെപ്രസെന്റ് ചെയ്യുന്ന അറിയില്ല. ഇങ്ങനെയാണ് അതിന്റെ ചിഹ്നം. അപ്പൊ ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസുകൾ ഇല്ല, പക്ഷെ ടൈം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? മനസ്സിലോർത്തോളാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പക്ഷെ ടൈം തന്നിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ x1 കിട്ടുമല്ലോ. എത്ര കിട്ടും x1 എന്ന് പറഞ്ഞാല്? v1 t1 എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡിന്റെ ടൈം അല്ലേ? സ്പീഡ് v1 ആണ്, ടൈം t1 ആണ്. അപ്പൊ v1 t1 എന്ന് പറയുന്നത് x1 ആണ്. അപ്പൊ x1 പകരം നേരത്തെ ഇക്വേഷൻ കണ്ടോ? അതിന്റെ അകത്ത് x1 തന്നിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് x1 തന്നിട്ടില്ല. അപ്പൊ x1 പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? v1 t1. നമുക്ക് തന്നേക്കുന്ന ഡാറ്റാസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അതുപോലെ തന്നെ x2 പകരം നമുക്ക് തന്നേക്കുന്ന ഡാറ്റാസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. എന്തൊരു? v2 t2 ഡിവൈഡഡ് ബൈ എന്താ? ടോട്ടൽ ടൈം. എത്രയാ? t1 പ്ലസ് t2. ക്ലിയർ ആണോ ഐഡിയ?
ഐഡിയ ക്ലിയർ ആണോ മക്കളെ? പ്രണവേ ക്ലിയർ ആണോടാ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഇത് തന്നെ അവര് ക്ലിയർ ആണ്. ഇത് തന്നെ അവര് വേറൊരു ഫോർമാറ്റിൽ ചോദിക്കും. ഈ സെയിം സാധനം തന്നെ. അതായത് എ ബോഡി covers x1 distance. അല്ലെങ്കിൽ a body covers x1 meters with speed v1 and x2 meter with speed v2. ഓക്കെ. അപ്പം എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? ഒരു ബോഡി എത്ര ദൂരം കവർ ചെയ്ത്? x1 മീറ്റർ കവർ ചെയ്തു. എന്ത് സ്പീഡിലാണ് പോയത്? v1. അടുത്ത് x2 മീറ്റർ കവർ ചെയ്തു. അപ്പൊ എന്ത് സ്പീഡിലാണ് പോയ? v2. ഓക്കെ. പക്ഷെ ഇവിടെ ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആവറേജ് സ്പീഡ് എഴുതും. ആവറേജ് സ്പീഡ് എങ്ങനെ പിടിച്ചെടുക്കും? ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെ? അപ്പൊ ടൈം നമ്മുടെ ഇല്ലല്ലോ. ടൈം കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ തന്നെ ഒരു ട്രിക്ക് ഇവിടെ ചെയ്യണം. എന്ത് വരണം? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? പറഞ്ഞ മക്കളെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരത്തില്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോ ഞാനിത് എഴുതാം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? x1 പ്ലസ് x2 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം ആണ്. അപ്പൊ ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് എന്ത് വരും? ആദ്യം കവർ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ആദ്യത്തെ സ്പീഡ് എന്ത് വരും? x1 ബൈ v1. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് എന്ത് വരും? t2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? x2 ബൈ v2. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചെടുത്തു? ആവറേജ് സ്പീഡ്. ഓക്കെ. ഇതൊക്കെ ഇതിനകത്തുള്ള പല പല പാർട്സുകളാണ്. നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും ഫോർമുലാസ് ഒന്നും ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്തുമാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആവറേജ് സ്പീഡിന്റെ ബേസിക് ഫോർമുല അറിയാമെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിതൊരു ക്ലാസ് ആയതുകൊണ്ട് എല്ലാം പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കണമെന്നൊന്നും ഇല്ല. നിങ്ങൾ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊന്നും അല്ലല്ലോ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അത്യാവശ്യം ഒരു ആവറേജ് സ്റ്റുഡൻസിനൊക്കെ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങളത് ഒന്ന് എഴുതിയെടുക്കുക. ആവറേജ് സ്പീഡ് തുടങ്ങി എഴുതണം കേട്ടോ. ആവറേജ് സ്പീഡ് എന്താന്ന് എഴുതണം. കേട്ടില്ലടാ? എന്നോട് കേട്ടില്ല. ഇപ്പൊ പറഞ്ഞ നമ്മൾ എന്താ പറഞ്ഞേ? പറയാം. അതായത് എ തുടങ്ങി ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? x1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി പക്ഷെ ഈ ദൂരം കവർ ചെയ്യാനെടുത്ത സമയം നമുക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ ബി തുടങ്ങി സി വരെയുള്ള ദൂരം തന്നിട്ടുണ്ട്, പക്ഷെ സമയം തന്നിട്ടില്ല. അതിന് പകരം അവർ എന്ത് ചെയ്തു? എ തുടങ്ങി ബി വരെയുള്ള സ്പീഡും ബി തുടങ്ങി സി വരെയുള്ള സ്പീഡും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? x1 പ്ലസ് x2 അല്ലേ? അപ്പൊ നമ്മൾ മുകളിൽ എന്ത് എഴുതി? x1 പ്ലസ് x2 എന്ന് പറഞ്ഞ് എഴുതി. താഴെ ടോട്ടൽ ടൈം അല്ലേ മോനെ? താഴെ ടോട്ടൽ ടൈം അല്ലേ? പക്ഷെ ടൈം തന്നിട്ടില്ലല്ലോ. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആഡ് ചെയ്യണം? t1 t2 കൂടെ ആഡ് ചെയ്യണ്ടേ? അപ്പൊ മോൻ പറഞ്ഞേ, സ്പീഡിന്റെ ഫോർമുല എന്താ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സ്പീഡിന്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരത്തില്ലേ? അപ്പൊ ആദ്യത്തെ ടൈം കണ്ടുപിടിക്കാൻ t1 കിട്ടുന്നുണ്ടോ? ആദ്യത്തെ ടൈം കണ്ടുപിടിക്കാൻ t1 ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്ര? ആദ്യത്തെ ഡിസ്റ്റൻസ് എത്ര? x1 അല്ലേ? അപ്പൊ എന്ത് സ്പീഡിലാ പോയത്? v1 സ്പീഡിലല്ലേ പോയത്? അപ്പം x1 ഡിവൈഡ് ബൈ എന്തെന്ന് പറഞ്ഞു വന്നു? v1 എന്ന് പറഞ്ഞു വന്നു. അതല്ലേ t1. രണ്ടാമത്തെ ടൈം സിമിലർലി നമുക്ക് എഴുതാമല്ലോ. t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അത്രയും ഡിസ്റ്റൻസ് ബൈ അത്രയും സ്പീഡ്. x2 ബൈ എന്ന് പറഞ്ഞ് എഴുതാം. v2 എന്ന് പറഞ്ഞ് എഴുതി കൂടെ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്. A body അല്ലെങ്കിൽ ബോഡി എന്നല്ല, a car, ഒരു കാർ എന്നുള്ള പേര്. A car covers the first half of the distance. Okay. A car covers first half of the distance between two places. A car covers
first half of the distance between two places at a speed of 40 km per hour. At a speed of 40 km per hour. At a speed of 40 km per hour. And the second half at 60 km per hour. And the second half at 60 km per hour. Full stop. What is the average speed of the car? What is the average speed of the car? Okay. ഇതാണ് ചോദ്യം. ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം മക്കളെ. ആരെങ്കിലും വായിച്ചോ ക്വസ്റ്റ്യൻ വായിച്ചോ. വായിച്ചു. ഓക്കെ, അതേ നോക്കിക്കോ. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ സംബന്ധിച്ചാല് ഒരു കാറ് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാണ്. AB എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഒരു കാറ് കവർ ചെയ്യാണ്. അപ്പൊ അവർ പറയുന്നതാണ് കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കൊരു 500 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ചുമ്മാ നമുക്ക് ഇപ്പൊ ഒരു 500 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കാം. 500 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ ആയിരിക്കും. അത് എന്ത് സ്പീഡിൽ പോയി? 40 കിലോമീറ്റർ പെർ അവർ. ഇനി ആദ്യ പകുതി കവർ ചെയ്തല്ലോ, ഇനി അടുത്ത പകുതി അല്ലേ, അടുത്ത പകുതി എത്ര കിലോമീറ്റർ പെർ അവറിൽ പോയി? 60 കിലോമീറ്റർ പെർ അവറിൽ പോയി. ചോദ്യം ഇതാണ്, എത്രയാണ് ഇവിടുത്തെ ആവറേജ് സ്പീഡ്? കേട്ടോ, ആവറേജ് ഒക്കെ ചോദിക്കുമ്പോൾ ഇതിനെ നിങ്ങളുടെ കൂട്ടി ബൈ 2 എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെക്കുന്നവന്മാരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിയാൽ തെറ്റാണ്, അതല്ല അതിന്റെ ആൻസർ. 60 + 40/2 എന്നൊക്കെ പറഞ്ഞ് എഴുതി 50 കിലോമീറ്റർ പെർ അവർ എന്നൊക്കെ എഴുതുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ എഴുതി നിങ്ങൾക്ക് മാർക്കും തരത്തില്ല കേട്ടോ. അത് റോങ് കോൺസെപ്റ്റ് ആണ്. അങ്ങനെയല്ല അത് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആദ്യം എല്ലാവർക്കും മനസ്സിലാവണം. എന്താണ്? കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിന് സഞ്ചരിക്കേണ്ട മൊത്തം ദൂരത്തിന്റെ ആദ്യ പകുതി. അപ്പം ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ഇപ്പൊ മൊത്തം 500 കിലോമീറ്റർ ആണുള്ളതെങ്കിൽ ആദ്യത്തെ 250 മിക്സ് രണ്ടാമത്തെ 250. 1000 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ആദ്യത്തെ 500 രണ്ടാമത്തെ 500. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ഈ രണ്ട് ദൂരങ്ങളും സെയിം ആയിരിക്കും. ഈ രണ്ട് ദൂരങ്ങളും സെയിം ആയിരിക്കത്തില്ല. ആദ്യത്തെ പകുതിയാണെങ്കിലും രണ്ടാമത്തെ പകുതിയാണെങ്കിലും രണ്ട് സെയിം ആയിരിക്കത്തില്ലേ. ഇനി നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ആവറേജ് സ്പീഡിന്റെ ഫോർമുല നിങ്ങൾ നേരത്തെ പഠിച്ചതിൽ ഏത് ഫോർമുല എടുത്ത് പ്രയോഗിക്കാൻ പറ്റും? ഏത് പ്രയോഗിക്കാൻ പറ്റും? ആദ്യം ഫസ്റ്റ് 1 ആണോ, സെക്കൻഡ് 1 ആണോ, തേർഡ് 1 ആണോ? ഫസ്റ്റ് 1 ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 1 2 3. ഏത് ഉപയോഗിക്കാൻ പറ്റും? ഏതാണ്? 3 ഉപയോഗിക്കാം. ഓക്കെ, 3 ആണ് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് 3 എന്ന് പറയുന്നിടത്ത് ഇവിടെ ഡിസ്റ്റൻസുകളൊന്നും തന്നിട്ടില്ല നമുക്ക്. ഓക്കെ, ഡിസ്റ്റൻസുകൾ ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ നമുക്കത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫോർമുല തന്നെ ഞാൻ എടുത്ത് പ്രയോഗിക്കാം. ഇതാണ് ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡിന്റെ ഫോർമുല. x1 + x2/x1/v1 + x2/v2. അപ്പൊ ഈ രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് മുകളിൽ എന്ത് എഴുതാം? x + x ഡിവൈഡഡ് ബൈ x/v1 പ്ലസ് എന്താണ് x/v2. സിംപ്ലിഫൈ ചെയ്യാം. x + x എത്ര കിട്ടും? 2x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. v2x + v1x ഡിവൈഡ് ബൈ v1 × v2. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. x + x 2x കിട്ടി. താഴെ ക്രോസ് മൾട്ടിപ്ലൈ v2x + v1x ഡിവൈഡ് ബൈ v1 v2. ഇതിനെ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2x ഡിവൈഡഡ് ബൈ v1 v2 മുകളിലോട്ട് വരും കേട്ടോ, ന്യൂമറേറ്ററിലോട്ട് വരും. v1 × v2 അല്ലെ, ന്യൂമറേറ്ററിലോട്ടല്ലേ വരുന്നത്. സിംപ്ലിഫൈ ആണെങ്കിൽ ഇത് റെസിപ്രോക്കൽ ആയിട്ട് മുകളിലോട്ട് വരുന്നില്ല. v1 v2 താഴെ എന്ത് വരും? x കോമൺ ആയിട്ട് പുറത്തോട്ട്. താഴത്തെ ഒരു x കോമൺ ആയിട്ട് പുറത്തോട്ട്. അപ്പൊ എന്ത് കിട്ടും? v1 + v2 കണ്ടോ. അപ്പൊ ഈ x വെട്ടിപ്പോകും. അങ്ങനെ നമുക്ക് പുതിയൊരു ഫോർമുല വന്നു. v1 v2 ഡിവൈഡഡ് ബൈ എന്താ? v1 + v2. നമ്മൾ എപ്പോഴാണ് ഈ ഫോർമുല പ്രയോഗിക്കുന്നത്? ഇത് ആവറേജ് സ്പീഡിന്റെ ഫോർമുലയാണ്. എപ്പോഴാണ് ഈ ഫോർമുല പ്രയോഗിക്കേണ്ടത്? എന്താ? when both distances to be covered are same. കേട്ടോ, മറക്കരുത്. when both distances to be covered are same.
നമുക്ക് രണ്ട് ദൂരങ്ങൾ കവർ ചെയ്യാനുണ്ട്. ആ രണ്ട് ദൂരം സെയിം ആണ്. അതുപോലെ തന്നെ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല എടുത്ത് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എളുപ്പം എത്താൻ പറ്റും. എന്താ ഫോർമുല എന്താണ്? 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഇത് ശരിക്കും തേർഡ് കേസിന്റെ ഒരു സബ് കേസ് ആണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല. തേർഡ് കേസിന്റെ ഒരു സബ് കേസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചെടുക്കാം. പറഞ്ഞു 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് എ തുടങ്ങി ബി വരെയുള്ള സ്പീഡ് എത്ര? 40. v1 v2 അല്ലേ? രണ്ടാമത്തെ സ്പീഡ് എത്ര? 60. താഴെ v1 പ്ലസ് v2. v1 പ്ലസ് v2 എന്ന് പറഞ്ഞാൽ 60 40 കൂട്ടുക. അപ്പൊ 100. 0 0 വെട്ടിപ്പോവും. 0 0 വെട്ടിപ്പോവും. 6 4 24 24 ഗുണം 2 48 കിലോമീറ്റർ പെർ അവർ. ഇത് നിങ്ങളുടെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചോളൂ. മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഓക്കെ മോനെ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേടാ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ മോനെ. എടാ, ഞാൻ ഇതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലായി. എന്ന് വെച്ചാൽ ഒരു കാറ് ഈ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് എന്നല്ലേ അവര് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യത്തെ പകുതി എത്രയായിരിക്കും? 500. അപ്പൊ അടുത്ത പകുതി എത്രയായിരിക്കും? 500. അപ്പൊ രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ. ആ കോൺസെപ്റ്റ് കിട്ടിയോ നിനക്ക്? അത് മനസ്സിലായി. ഇനി നോക്കിക്കേ, ഈ തേർഡ് കേസിൽ ആവറേജ് സ്പീഡിന്റെ ഫോർമുല നോക്കിക്കേ, ഒന്ന് വായിച്ചേ മോനെടാ. ഈ ആവറേജ് സ്പീഡിന്റെ തേർഡ് കേസ് ഒന്ന് വായിച്ചേ, ഫോർമുല ഒന്ന് വായിച്ചേ. x1 പ്ലസ് x2. ഓക്കെ, അത് കിട്ടിയല്ലോ. എടാ, ഇതിന്റെ അകത്ത് ഇപ്പൊ രണ്ട് ദൂരവും സെയിം അല്ലേടാ? ആദ്യത്തെ ദൂരവും രണ്ടാമത്തെ ദൂരവും സെയിം തന്നെ അല്ലേ? അപ്പൊ നമുക്ക് x1ന്റെ x2ന്റെ സ്ഥാനത്ത് x ഇട്ട് കൊടുത്തൂടെ? രണ്ട് സെയിം ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെടുത്ത് x1ന്റെ x2ന്റെ സ്ഥാനത്ത് x ഇട്ട് കൊടുത്തു. അപ്പൊ x പ്ലസ് x എന്ന് പറഞ്ഞു വന്നില്ലേ ന്യൂമറേറ്ററിൽ? ഡിനോമിനേറ്ററിൽ x1ന്റെ സ്ഥാനത്ത് x അല്ലേ? അപ്പൊ x ബൈ v1 പ്ലസ് അടുത്ത എന്താ? അപ്പൊ x പ്ലസ് x എത്ര വരും ന്യൂമറേറ്ററിൽ? 2x. താഴെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ അറിയാമോ നിനക്ക്? x ബൈ v1 പ്ലസ് x ബൈ v2 എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? x ഇൻറ്റു v2 അല്ല, x ഇൻറ്റു v2. ഇനി പിന്നെ എന്ത് ചെയ്യണം? x ഇൻറ്റു v1 അല്ലേ? അത് ഈ സംശയം ഉണ്ടോ? അപ്പൊ x ഇൻറ്റു v2 പ്ലസ് x ഇൻറ്റു v1 താഴെ രണ്ടുപേരും കൂടെ ഗുണിക്കണം. അപ്പൊ എന്തൊരു v1 v2 എന്ന് പറഞ്ഞു വരത്തില്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയേക്കുന്ന ഇക്വേഷൻ ഒന്ന് വായിച്ചേ. ഈ ഇക്വേഷൻ ഒന്ന് വായിച്ചേ. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു എക്സ് കോമൺ ആയിട്ട് എടുത്തുകൂടെ? ഈ താഴത്തെ v2 അല്ല, ആദ്യം ഈ v1 v2 നെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ മോനെ? a ബൈ ബി ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യും? a ബൈ ബി സി എന്ന് എഴുതുന്നത്. സോറി, നോക്ക്. അതായത് നമ്മളിപ്പം മുകളിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, a ബൈ ബി ബൈ സി. കണ്ടോ? അപ്പൊ ഈ സി മുകളിലോട്ട് പോകത്തില്ലടാ. ഈ സി മുകളിലോട്ട് പോകത്തില്ലേ? അപ്പൊ a ഇൻറ്റു സി ബൈ ബി എന്ന് പറഞ്ഞു വരത്തില്ലേ? അപ്പം ഇവിടെ a ആരാ നിൽക്കുന്നത്? 2x. സി ആരാ? v1 v2 അല്ലേ? അപ്പം രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി 2x ഇൻറ്റു v1 v2. ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്? v2x പ്ലസ് v1x അല്ലേ? അപ്പൊ അതിനകത്ത് x കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുവാണെങ്കിൽ എന്തൊരു x ഇൻറ്റു എന്ന് പറഞ്ഞൊരു v1 v2 എന്ന് പറഞ്ഞു വരത്തില്ലേ? അപ്പൊ എക്സും എക്സും വെട്ടിപ്പോകത്തില്ലേ? മുകളിലും താഴെയും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പൊ നമ്മുടെ ഫോർമുല എന്ത് വന്ന്? ഇത് എപ്പോഴാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? രണ്ട് ഡിസ്റ്റൻസുകളും എന്താവുമ്പോ? സെയിം ആവുമ്പോ. രണ്ട് ഡിസ്റ്റൻസുകൾ സെയിം ആവുമ്പോൾ നമ്മൾ പ്രയോഗിക്കേണ്ട ഫോർമുല എന്താ? 2v1 v2 ഡിവൈഡഡ് ബൈ. അപ്പൊ ഇവിടെ നമ്മുടെ ആദ്യത്തെ ദൂരത്തിൽ കവർ ചെയ്ത ആദ്യത്തെ ദൂരം കവർ ചെയ്തത് എന്ത് സ്പീഡിലാ? 40 അല്ലേ? രണ്ടാമത്തെ ദൂരം കവർ ചെയ്തത് എന്ത് സ്പീഡിലാ? 60 അപ്പൊ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? 2v1 v2 ബൈ v1 പ്ലസ് v2 അല്ലേ? 2 ഇൻറ്റു v1 എത്രയാ? 40 അല്ലേ? v1 40 അല്ലേടാ? ആദ്യത്തെ ദൂരം കവർ ചെയ്തത് 40 പോയത്. രണ്ടാമത്തെ ദൂരം പോയത് എത്ര? 60 അപ്പൊ 2 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ 40 പ്ലസ് 60. 40 പ്ലസ് 60 എത്ര? 100 അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ എത്ര കിട്ടും? 48 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ?